Hi friends, welcome to National Driving Institute. National Driving Institute പുതിയൊരു റാങ്കിങ് വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. റാങ്കുകളുടെ വീഡിയോ മാത്രമാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിവൃത്തിയില്ല, എല്ലാ റാങ്ക് ലിസ്റ്റുകളും പടപടെ വന്നുകൊണ്ടിരിക്കുന്നു. ആ വന്ന സമയത്ത് എനിക്ക് കൃത്യമായിട്ട് അതിനെ ഫോക്കസ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി പഠിച്ച് വീഡിയോ ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇവിടെ ട്രയൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മിക്കവാറും ഈ എന്താണ് പറയുക ഹൈക്കോർട്ട് ഷോഫർ ടെസ്റ്റ് ട്രയൽ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ഇതിൻ്റെ വീഡിയോകളൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് ജസ്റ്റ് ഇങ്ങനെ റാങ്ക് ലിസ്റ്റ് വന്ന് ഇത്ര റാങ്ക് ഉണ്ട് എന്ന് പറയാമെന്നല്ലാണ്ട് വേറെ കൂടുതൽ കാര്യങ്ങളിലേക്കൊന്നും കടക്കാൻ പറ്റിയില്ല. ഇപ്പോഴും ഏകദേശം അതുപോലെയൊക്കെ തന്നെയാണ്. എങ്കിലും നമ്മളിപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതിൽ കുറച്ചുകൂടെ ഒരു ടൈം നമുക്കൊരു റിലാക്സ് ആയിട്ട് ചെയ്യാനുള്ളൊരു ഗ്യാപ്പ് കിട്ടുന്നുണ്ട്, കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കിയിട്ട്. അപ്പോൾ ഇപ്പോൾ പറയാനുള്ളത് കുറച്ച് മുന്നേ വന്ന ലിസ്റ്റാണ്. അതായത് 17/2021 HDV Various കണ്ണൂർ. അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത് മൊയ്തീൻ AP. മൊയ്തീൻ APക്കാണ് അതിൽ ഫസ്റ്റ് റാങ്ക് കിട്ടിയിരിക്കുന്നത്. ആ മൊയ്തീൻ AP ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഹൃദയം നിറഞ്ഞ കൺഗ്രാജുലേഷൻ. സന്തോഷം കൊണ്ട് പറയാണ്. കാരണം ഈ HDV വേരിയസിലൊക്കെ നിങ്ങൾക്കറിയാം 1-2 വേക്കൻസിക്കാണ് നിങ്ങൾ പോണത്. ഈ 1-2 വേക്കൻസികൾക്ക് ഞാൻ ആൾക്കാരെ പഠിപ്പിച്ച് വിട്ടാലും ഇപ്പോൾ കുറേ ആൾക്കാർ 10 ആൾ വന്നാലും 10 ആൾക്ക് ജോലി കിട്ടാൻ പോകുന്നില്ല. പക്ഷേ എങ്കിലും ആ 1-2 വേക്കൻസി എൻ്റെ അടുത്ത് വന്ന് പഠിച്ചു പോയ ആൾക്കാർ തന്നെ ആവണം എന്ന് ഉള്ളത് എനിക്കൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അത്രയും ഇതായിട്ട് സന്തോഷത്തോടുകൂടി ആത്മാർത്ഥമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ അതേപോലെ തന്നെ ഈ മൊയ്തീൻ APക്ക് ഇത് മറ്റെന്താണ് പറയുക, നമ്മൾ ഇത് 19/2021 LDV വേരിയസ് കണ്ണൂരിലും ആൾക്ക് 26ാമത്തെ റാങ്കാണ്. അപ്പോൾ അതിൽ തന്നെയാണ് ഒരു ഷമീർ 3ാം റാങ്ക്, അവർ തന്നെ വിളിച്ചിരുന്നു. നബീൽ വിളിച്ചിരുന്നു 23 റാങ്ക്. ബാക്കി ആരും വിളിച്ചിട്ടില്ല. ഇന്നലെയല്ലേ അത് വന്നിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഓരോരുത്തർ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ടായിരിക്കാം വിളിക്കുക. ഓരോരുത്തർക്ക് വീഡിയോ കാണും, അയ്യോ ഞാനുണ്ട് സാറേ എന്ന് പറഞ്ഞിട്ട് വിളിക്കുക, അല്ലെങ്കിൽ ആ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ കണ്ടുവരുന്നത്. പക്ഷേ എങ്കിലും നമ്മൾ പറഞ്ഞു കൊടുത്ത കാര്യങ്ങൾ അതേപടി ഇംപ്ലിമെൻറ്റ് ചെയ്ത് ബാക്കി ഒരുപാട് ഭാഗത്തു നിന്നുള്ള ആൾക്കാർ പങ്കെടുക്കുമ്പോഴും ഞാൻ പഠിപ്പിച്ചു കൊടുത്ത ആ ഒരു ഡ്രൈവിംഗ് എനർജിയുടെ ആ കണ്ടൻറ്റ് അതേപോലെ തന്നെ അവിടെ പോയി ഇംപ്ലിമെൻറ്റ് ചെയ്ത് റാങ്കിങ് ഇതിൽ മുൻനിരയിൽ എത്താൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അത് എന്നെ സംബന്ധിച്ച് എനിക്കും സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യമാണ്. ഇത് ഇവിടേക്ക് എത്തിയ ആൾക്കാർക്കും വളരെയധികം സന്തോഷം ഉളവാക്കുന്ന ഒരു കാര്യം തന്നെയാണ് അത്. അപ്പോൾ ഈ മൊയ്തീനെ സംബന്ധിച്ച് മൊയ്തീൻ കുറേ ആയി എൻ്റെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട് ഏകദേശം ഒരു 5-6 ടെസ്റ്റുകൾക്കെങ്കിലും ആൾ വന്നിട്ടുണ്ടാവും. എന്നെ വിളിച്ച സമയത്ത് സാറേ ഞാൻ മൊയ്തീനാണ്, മലപ്പുറം പറയുമ്പോൾ തന്നെ എനിക്ക് ആളുടെ പിക്ചർ ഓർമ്മ വരും. കാരണം ഒരുപാട് പ്രാവശ്യം വന്നതുകൊണ്ട് എന്താണ് സാറേ ഞാൻ വരുന്നുണ്ട്, നമുക്ക് കൂടുതലൊന്നും വേണ്ട, എനിക്കിങ്ങനെ കുറച്ച് ഞാൻ വരും, ഞാൻ രാവിലെ വരും ഉച്ചയ്ക്ക് പോകും, കുഴപ്പമില്ല. കാരണം ആൾ വന്ന് ഇതായതാണ്. എങ്കിലും ആ ടെസ്റ്റ് പോകുമ്പോൾ ഒന്നും കൂടെ ബൂസ്റ്റപ്പ് ചെയ്യാൻ എന്തെങ്കിലും ഒരു അപ്ഡേഷൻ ഉണ്ടോ എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഓരോ ടെസ്റ്റുകൾക്കും കൃത്യമായിട്ട് അപ്ഡേഷൻ കൊണ്ടുവരണമെന്നും ആ അപ്ഡേഷൻ അവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നും ആ അപ്ഡേഷനിൽ കൂടെ നിങ്ങൾ ആ ഒരു റാങ്കിങ് നിലവാരത്തിലേക്ക് എത്തണം എന്നും ഞാൻ 100% മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ആ അപ്ഡേഷൻ ഉണ്ടാക്കുന്നതും. ആ അപ്ഡേഷൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിലവിൽ നമ്മൾക്കറിയാം ഇന്നത്തെ പോക്ക് എങ്ങനെയാണ് പോകുന്നത്, ഓരോ ഉദ്യോഗസ്ഥന്മാരുടെ നിലവാരം എന്താണ്, അവർ ഏത് രീതിയാണ് ചിന്തിക്കുന്നത്, എങ്ങനെയാണ് കൂടുതൽ. ബാക്കി എല്ലാവരും ടെസ്റ്റ് വരാൻ എല്ലാവരും ഡ്രൈവർമാരാണ്, എനിക്ക് കിട്ടണം എന്ന് പറഞ്ഞു വരുമ്പോൾ എൻ്റെ അടുത്തുനിന്ന് വിടുന്ന ആൾക്കാരെ ഏത് രീതിയിൽ അതിൻ്റെ മുൻനിരയിലേക്ക് എത്തിക്കാൻ പറ്റും എന്ന് മാത്രമേ ഞാൻ ചിന്തിക്കാറുള്ളൂ. ആ ഒരു എൻ്റെ പ്ലാനിങ് വിജയിച്ചിരിക്കുകയാണ്. ഒരു കേസോ 2 കേസല്ല, ഒരുപാട് കേസ് ഇറങ്ങണ എല്ലാ ലിസ്റ്റുകളിലും മുൻനിരയിൽ തന്നെ ഇവിടുന്ന് പോയ കുട്ടികൾ നിൽക്കുക എന്ന് പറയുമ്പോൾ അത് വളരെ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾക്കും അറിയാം നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചിട്ട് പലരും പറയുന്നത് കേട്ടിട്ടുണ്ട്. കുഴപ്പമില്ല പറയുന്നത്, ചിലപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ഇവിടെ എത്തിപ്പെടാനുള്ള ഒരു ബുദ്ധിമുട്ട്, പിന്നെ പൈസയുടെ കാര്യം പറയുന്ന സമയത്ത് ഇങ്ങനെയാണ്. പക്ഷെ നിങ്ങൾ തരുന്ന പൈസയ്ക്കുള്ള മൂല്യമുണ്ട് മക്കളെ, അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കൂ. അതിൻ്റെ അപ്പുറമുള്ള മൂല്യമാണുള്ളത്. നിങ്ങൾ ഒരു പ്രാവശ്യം വന്ന് നോക്കൂ, അടുത്ത ആൾ അവിടെ റേറ്റ് കൂടുതലാണ്, അവിടെ ശരിയല്ല, അതല്ല. നിങ്ങളൊരു പ്രാവശ്യം വന്ന് നോക്കൂ, എന്നിട്ട് ഇവിടുത്തെ എനർജി ലെവൽ എന്താണെന്നുള്ളത് അളക്കൂ. അവിടെ പുറത്ത് നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ പോകുന്ന സമയത്ത് ഇതിനേക്കാൾ റേറ്റ് നിങ്ങൾക്ക് കുറച്ച് കിട്ടുമായിരിക്കും. പക്ഷേ അവിടെ കിട്ടുന്നതിൻ്റെ ഒരു 5 ഇരട്ടി പവർഫുള്ളായിട്ടാണ് നിങ്ങൾ പോകുന്നത്. ഒരു 500 രൂപേൻ്റെ വേരിയേഷനാണ് വരുന്നത്. എപ്പോഴും നോക്കും ഞാൻ 1000 റേറ്റ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്ഥാപനത്തിലെ ആൾക്കാർ 750 ഫിക്സ് ചെയ്യും. ഞാൻ 1500 ആണെങ്കിൽ അവർ 1250 വരും. ഞാൻ 2000 ആണെങ്കിൽ അവർ 1500 ആവും. ഞാൻ 3000 ആണെങ്കിൽ 2500. ഞാൻ 4000 ആകുമ്പോൾ 3500. ഞാനിപ്പോൾ 5000 റേറ്റിലേക്ക് പോവുകയാണ് പറഞ്ഞാൽ അവർ 4500ലേക്ക് എത്തും.
എന്നിട്ട് ചോദിക്കുന്നവരടുത്ത് പറയാം അവിടെ റേറ്റ് കൂടുതൽ, ഞങ്ങളവിടെ കുറവാണ്. ഞങ്ങളുടെ കുറവിൽ എന്ത് കിട്ടണു? ഈ 500 രൂപയ്ക്ക് നിങ്ങൾക്ക് എത്രമാത്രം പോയിൻറ്റ്സ് നിങ്ങൾക്ക് അവിടെ നിന്ന് വരുന്നു, എത്രമാത്രം എനർജി ലെവൽ വരുന്നു എന്നുള്ളതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നില്ല. ഇനിയെങ്കിലും അത് മനസ്സിലാക്കൂ. അപ്പോൾ ഈ റാങ്കിങ് ഓരോ ആൾക്കാർ ഓരോ ലിസ്റ്റുകളിലും ഇങ്ങനെ ഓരോരുത്തർ വരാനും ആ റാങ്ക് മുൻനിരയിൽ എത്താനും നാഷണൽ ഡ്രൈവിംഗ് സ്കൂൾ എത്രമാത്രം കഷ്ടപ്പെടുന്നുണ്ടോ. അത് ഞാൻ എൻ്റെ കൂടെ എന്നെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, അതുമാത്രമല്ല ഇവിടെ ചില ദിവസങ്ങളിൽ ഇത് കഴിയണവരെ വന്ന് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. ഞാനൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അനീഷ് പറഞ്ഞിട്ടൊരു പയ്യൻ്റെ കാര്യം. അവൻ ഇവിടെ വന്ന് നിന്നിട്ട് ഇത് കഴിയണം. അനീഷ് അത് ഒരുപാട് ആൾക്കാർ ഇതേവരെ വന്നിട്ടുണ്ട്. ഈ ഇടയ്ക്ക് പത്തനംതിട്ടയിൽ നിന്ന് ഒരാൾ വന്നു. ആൾക്ക് LDVയിൽ അഡ്വൈസ് വന്നു. ഞാൻ പേര് പറയുന്നില്ല. അഡ്വൈസ് വന്ന് ആൾക്ക് ഡ്രൈവിങ്ങേ അറിയായിരുന്നില്ല. എൻ്റെ അടുത്ത് വരുമ്പോൾ എൻ്റെ ഈ സ്ഥാപനത്തിലെ വണ്ടികളാണ് സത്യം പറയുന്നത്. ഡ്രൈവിങ്ങേ അറിയാതെ അയാൾ ഇവിടെ വന്ന് അയാളെ നല്ലൊരു ഡ്രൈവറാക്കി എടുത്ത് ജീപ്പും ബൊലോറയും ഓടിക്കാൻ കൊടുത്ത് ഈ ഫസ്റ്റ് അഡ്വൈസ് വരുമ്പോൾ തന്നെ ഫസ്റ്റ് അയച്ച അഡ്വൈസിൽ തന്നെ ആൾക്ക് കിട്ടി. സാറേ എനിക്ക് അഡ്വൈസ് കിട്ടിയിട്ട് എനിക്ക് ഒന്നും കൂടെ ക്ലിയർ ആകണമെന്ന് പറഞ്ഞ് എൻ്റെ അടുക്ക വന്ന് ആ ക്ലാസ് വീണ്ടും അറ്റൻഡ് ചെയ്തിട്ട് ആൾ പോയിട്ടുണ്ട്. ഇനി ഞാൻ അപ്പോൾ ആൾക്ക് അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടുകയും ചെയ്തു. അപ്പോയിൻമെൻറ്റ് ഓർഡർ കിട്ടിയിട്ട് വീണ്ടും ആൾ എന്നെ വിളിച്ച് പറയണം, ചിലപ്പോൾ ഞാൻ കയറുന്നതിൻ്റെ 1-2 ദിവസം മുൻപ് ഒന്ന് വരും സാറൊന്ന് ഹെൽപ്പ് ചെയ്യണം. തീർച്ചയായിട്ടും നിങ്ങൾ ഒരു പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു എനർജി നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ ഇവിടുത്തെ ഒരു പെർമനൻറ്റ് സ്റ്റുഡൻ്റായി. എപ്പോൾ വിളിച്ചു കഴിഞ്ഞാലും കൃത്യമായിട്ട് നിങ്ങൾ പറയണം, സാറേ ഞാൻ ഇങ്ങനെയാണ് ഇന്ന ആളാണ് ഇങ്ങനെ കാര്യം പറയുമ്പോൾ എനിക്ക് മനസ്സിലാവും. നമ്മൾ ചിലപ്പോൾ ഈ തിക്കും തിരക്കിൻ്റെ അടിയിലൊക്കെ പറയുമ്പോൾ ഞാൻ പറയും നമ്മൾ ആരും പേര് സേവ് ചെയ്ത് വെക്കാറില്ല ഞാൻ. അതുകൊണ്ട് എനിക്ക് ഫോൺ വിളിക്കുമ്പോൾ അറിയില്ല, നിങ്ങൾ പറയുമ്പോഴേ അറിയുള്ളൂ. സാറ് ഒരു അറിയാത്ത പോലെ കാണിച്ചു, സാർ ഒരു മൈൻഡ് ചെയ്താൽ നിങ്ങൾക്ക് കരുതണ്ട. അങ്ങനെ നിങ്ങൾക്ക് കൂടുതൽ ഡീറ്റെയിൽ സംസാരിക്കുക രാത്രി 8 മണിക്ക് ശേഷം വിളിച്ചോളൂ, ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കുക. അതേപോലെ രാവിലെ ഒരു 7 മണിക്ക് മുൻപ്. അതല്ലാതെ ഇടയിലുള്ള കാര്യങ്ങൾ ഞാൻ ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഫ്രീ ആയിട്ടുള്ള സമയങ്ങൾ ഒരുപാടുണ്ട്. പക്ഷെ നിങ്ങൾ വിളിക്കുമ്പോൾ നമ്മൾ മെയിൻ റോഡിൽ കൂടെയൊക്കെ പഠിപ്പിച്ചു കൊണ്ടുപോകണമെങ്കിൽ ചില സമയങ്ങളിൽ എനിക്കത് എടുക്കാൻ പറ്റും, ചില സമയങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. കാരണം ഞാൻ റൂട്ട് പഠിപ്പിക്കുമ്പോൾ കൃത്യമായിട്ട് നിങ്ങളുടെ ഓരോ മൂമെൻറ്റും ജഡ്ജ് ചെയ്ത് അതിൽ വരുന്ന കാര്യങ്ങൾ മാത്രമാണ് അവിടെ ഹൈലൈറ്റ് ചെയ്യാറുള്ളത്. നിങ്ങളുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ഞാൻ പറയാറില്ല, പക്ഷെ നിങ്ങളുടെ പോരായ്മകളെക്കുറിച്ച് ഞാൻ അടിച്ച് പറയും. അപ്പം നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഡീമോട്ടിവേറ്റ് ചെയ്യണ പോലെയൊക്കെ ഫീൽ ചെയ്യും. അത് ഫീൽ ചെയ്യേണ്ട കാര്യമില്ല. ഡീമോട്ടിവേഷൻ വരണം നിങ്ങൾക്ക്. വന്നിട്ട് നിങ്ങൾ ആ സംഭവങ്ങൾ ക്ലിയർ ആക്കിയിട്ട് ആ എനർജി ലെവൽ അപ്പ് ചെയ്ത് കൊണ്ടുവരണം. അതാണ് ഡ്രൈവർ, അതാണ് നിങ്ങളുടെ ക്വാളിറ്റി, അതാണ് നിങ്ങളുടെ ഡെവലപ്പിംഗ് ഡ്രൈവിംഗ് സ്കില്ല്. ഞാൻ ആ രീതിക്ക് ഞാൻ ചിന്തിക്കുമ്പോൾ എന്തെന്ന് പറഞ്ഞാൽ ഞാൻ എനിക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി മക്കളെ. നിങ്ങളായിക്കഴിഞ്ഞാൽ ഞാനാകണമെങ്കിൽ നിങ്ങളാകണം, നിങ്ങളാക്കണമെങ്കിൽ ഞാൻ മെനക്കണം. ഇത് കൃത്യമായിട്ട് ഇതാകുന്നത് കൊണ്ടാണ് ഞാനത് ഇത്രയും കാര്യങ്ങൾ പറയുന്നത്. ഇന്ന് ഫുള്ളായിട്ട് ത്രൂ ഔട്ടായി രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഓരോ റാങ്ക് ലിസ്റ്റ് എടുക്കുക, അതിൻ്റെ കാര്യങ്ങൾ ആൾറെഡി അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് അതിൻ്റെ ഓരോ കാര്യങ്ങളൊക്കെ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് വീഡിയോ ചെയ്യാൻ മാത്രമേ ആവശ്യമുള്ളൂ. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ നാളെ മേല ഇനിയും വരുന്നുണ്ട്. ഇപ്പോൾ ടെസ്റ്റുകൾ ഇനിയിപ്പോൾ സെറാമിക്കിൻ്റെ ഇത് വരുന്നുണ്ട്, പിന്നെ ജയിൽ വാർഡൻ കം ഡ്രൈവർ, ഇനിയിപ്പോൾ കെയർ ഓഫ് ആയിട്ട് വിളിച്ചിട്ടുണ്ട്. ഇതൊക്കെ നിങ്ങൾക്കറിയാം. നിങ്ങൾ ബാക്കിയൊന്നുമില്ല, നിങ്ങൾ ഡ്രൈവിംഗ് ടെസ്റ്റുമായിട്ട് പ്രാക്ടിക്കൽ ടെസ്റ്റുമായി ബന്ധപ്പെട്ടിട്ട് ഇന്നിപ്പോൾ ഞാൻ ചലഞ്ച് ചെയ്യണു, എന്നെ വെല്ലുവിളിക്കാൻ വേറെ സ്ഥാപനമില്ല കേരളത്തിൽ. കാരണം എന്തുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇത്രയും വന്നിട്ടും ഇത്രയും റാങ്കുകൾ കാര്യങ്ങൾ ഫസ്റ്റ് മുൻനിരയിൽ തന്നെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ ഒരു എനർജിയാണ് ഞാൻ ഈ വോയിസ് പറയാൻ എന്നെ പ്രേരിപ്പിച്ചത്. അതുകൊണ്ട് ഞാൻ അത്രയും അത് ഞാൻ എൻ്റെ ശ്വാസം ഉള്ള വരയ്ക്കും, എനിക്ക് ഗ്രൗണ്ടിൽ വന്ന് കാലുകുത്തി നിൽക്കാൻ പറ്റണ അതുവരയ്ക്കും ഞാൻ ഇതിനു വേണ്ടി ശരിക്കും പോരാടും. നിങ്ങൾ ധൈര്യത്തിൽ വന്നോ. പിന്നെ ഇടയ്ക്ക് പ്രഷർ വരും, ചീത്ത പറയും, വഴക്ക് പറയും. അതൊക്കെ പാർട്ട് ഓഫ് എൻ്റെ ജോലിയുടെ ഒരു ഭാഗമാണ്. ആ രീതിയിൽ എടുത്താൽ മതി. നെഗറ്റീവായി ചിന്തിക്കാതെ അതെനിക്ക് അറിയണം. നിങ്ങളെ പഠിപ്പിക്കാതെ വിടില്ലല്ലോ. ഇവിടെ എന്ത് തന്നെ വന്നിട്ട് നിങ്ങൾ എന്ത് തന്നെ പ്രശ്നമില്ല, നിങ്ങളെ ക്ലിയർ ആക്കിയിട്ട് ഞാൻ ഇവിടെ തിരിച്ച് വണ്ടി കയറ്റി വിടുള്ളൂ. എത്ര ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ക്ലിയർ ആയിട്ടില്ല പോകാനെ പറഞ്ഞിട്ട് ഞാൻ പൈസ വാങ്ങിക്കില്ല, നീ ക്ലിയർ ആയിട്ടില്ല, നീ ഇവിടെ നിന്നോ, നീ ക്ലിയറായി നാളെ കഴിഞ്ഞ ശേഷം പൈസ തന്നു പോയി, അങ്ങനെ പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഈ വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുകയാണെങ്കിൽ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്യുക. തൽക്കാലം ഇത്രയും പറഞ്ഞ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഐ എം ജഗ്ദീപ് ഫോർ നാഷണൽ ഡ്രൈവിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്. ഗുഡ് ബൈ.